നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങും. പാർട്ടിയുടെ നയസമീപനങ്ങളിൽ പരിശോധന വേണമെന്ന ആവശ്യം മുതിർന്ന നേതാക്കളിൽ നിന്നും ഘടകകക്ഷി നേതാക്കളിൽ നിന്നും ഒരുപോലെ ഉയരുന്നതിനിടയിലാണ് CPM സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. പാർട്ടി കേഡർമാരുടെ വോട്ട് ചോർന്നതും വലിയൊരു പങ്ക് BJPയിലേക്ക് പോയതും അതീവ ഗുരുതരമുള്ള പ്രശ്നമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായോ എന്നും സംസ്ഥാന സമിതി പരിശോധിക്കും. തെറ്റുതിരുത്തൽ നടപടികൾക്കുള്ള മാർഗരേഖയുടെയും കരടും തയ്യാറാക്കും. 3 ദിവസത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും നിലപാടും ഇടപെടലും ഇഴകേറി പരിശോധിക്കുന്ന ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ വിമർശനങ്ങൾക്കും സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമേ CPMന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ആലത്തൂരിൽ ഒഴികെ എല്ലാ സീറ്റുകളിലും വൻ തോൽവിയാണ് പാർട്ടി ഏറ്റുവാങ്ങിയത്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്തെന്ന് തലപുകയ്ക്കുകയാണ് CPM. പാർട്ടി കോട്ടകളിൽ പോലും ഇടതു സ്ഥാനാർത്ഥികൾ പിന്നാക്കം പോയത് അപകടകരമായ സൂചനയാണ് എന്നും BJPയുടെ മുന്നേറ്റം ഗൌരവത്തോടുകൂടി കാണേണ്ടതുണ്ട് എന്നുമാണ് CPM വിലയിരുത്തൽ. 3 ദിവസത്തെ സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. തിരുത്തൽ നടപടികൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. സംസ്ഥാന സമിതിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മാർഗരേഖ അന്തിമമാക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ CPIക്കും ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തോട് വലിയ രീതിയിലുള്ള മുഖം തിരിയൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അടക്കം ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യത അത്ര വിദൂരമല്ല എന്ന് പറയുന്നു. ഇപ്പോഴെങ്കിലും പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് പാർട്ടിക്കകത്ത് നിന്നും തന്നെ ചർച്ചകൾ ഉയരുകയാണ്. എന്തായാലും പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ കാര്യങ്ങൾ പരിശോധിക്കും. എന്താണ് ഈ തോൽവിക്ക് കാരണം എന്നുള്ളത് പലരും പല തരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ മുഖവിലക്കെടുക്കാതെ മറ്റു ചില കാര്യങ്ങളാണ് എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ഇതേ തോൽവി തന്നെ CPM നേരിടേണ്ടി വരും, അല്ലെങ്കിൽ LDF നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ആകെയുള്ള വിലയിരുത്തൽ.